അച്ചോ നമ്മൾ ഈ സഭ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ശരിക്കും സഭ? ഇത് ഭയങ്കര അടിസ്ഥാന സ്വഭാവമുള്ള വളരെ ആഴമുള്ളൊരു ചോദ്യമാണ് ശരിക്കും. നമ്മൾ പറയേണ്ടത് ആ സഭ ഈ സഭ ഇങ്ങനെ പിന്നെ ഇപ്പോൾ വാർത്താ ചാനലുകളിലൊക്കെ സഭയുടെ ഭാഗത്തു നിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഒരു ഇതിലാ പറയുന്നത് അല്ലേ. പക്ഷേ ഈ സഭ എന്താണെന്നുള്ളതാണ് പ്രശ്നം. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സഭ എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ തുടർച്ചയാണ്. അതാണ് ഏറ്റവും നല്ല ഒരു എന്ന് വെച്ചാൽ ഈശോ അന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് എന്തോ ചെയ്തത് ആ കാര്യങ്ങളൊക്കെ ഇന്ന് തുടരുന്നത് സഭയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഈശോ മിശിഹായുടെ മൗതിക ശരീരമാണ് സഭ എന്ന് പറയുന്നത്. ഈശോ മിശിഹായുടെ എന്താണ് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ബോഡിയല്ല, ചരിത്രത്തിലുള്ള ഫിസിക്കൽ ബോഡിയല്ല, മൗതിക ശരീരമാണ് സഭ. മൗതിക ശരീരം മിസ്റ്റിക്കൽ ബോഡിയാണ്. മിസ്റ്റിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് തുടരുന്നത് ഒരു ഒരു പ്രത്യേക രീതിയിലാണ്. പ്രത്യേക രീതി എങ്ങനെയാണ് തുടരുന്നത്? ഈശോ പ്രസംഗിച്ചു അല്ലേ, ആ പ്രസംഗിച്ച കാര്യം ഇന്ന് സഭയിലൂടെ തുടരുന്നു. ഈശോ നമ്മളോട് പറഞ്ഞു മാമോദീസ കൊടുക്കണം. ഈശോ മാമോദീസ കൊടുത്തെന്നും പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. മാമോദീസ കൊടുക്കുന്നത് ഇന്ന് എവിടെയാണ്? സഭയിലൂടെയാണ്. അതുപോലെ തന്നെ ഈശോ പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്തു. ആ പരിശുദ്ധാത്മാവിന് ഇന്ന് ആരിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്? സഭയിലൂടെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈശോ തൻ്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി കൊടുത്തു. അത് ഇന്ന് എങ്ങനെയാണ് തുടരുന്നത്? സഭയിലൂടെയാണ് തുടരുന്നത്. ഈശോ കാനായിലെ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട് വിവാഹത്തിൻ്റെ സമയത്ത് സന്നിഹിതനായി. അത് ഇന്ന് തുടരുന്നത് എന്തിലൂടെയാണ്? സഭയിലൂടെയാണ് തുടരുന്നത്. അതുപോലെ തന്നെ ഈശോ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അവരെ ശുശ്രൂഷിച്ചു. ഇന്ന് സഭയിൽ പല രീതിയിൽ ആ ശുശ്രൂഷ തുടരുന്നുണ്ട്. ഒന്ന് കൂദാശകളുടെ രോഗി ലേപനത്തിലൂടെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള മറ്റ് ശുശ്രൂഷകളുടെ ആശുപത്രികൾ, രോഗ സൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനകൾ, അങ്ങനെ പല തരത്തിൽ ഈശോ ചെയ്ത ശുശ്രൂഷകളെല്ലാം ഇന്ന് സഭയിലൂടെ തുടരുകയാണ്. ഈശോയുടെ തുടർച്ചയാണ് സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈശോ ഇത് കൈമാറിയ രീതിയും പ്രധാനപ്പെട്ട. ഈശോ സ്ലീഹന്മാർ 12 പേരെ ശിഷ്യന്മാരുടെ ഇടയിൽ തിരഞ്ഞെടുത്ത് അവർക്ക് ഇതിനുള്ള അധികാരവും കൃപയും നൽകി. അതോറിറ്റി ആൻഡ് ഗ്രേസ് രണ്ടും കൊടുത്തു. എന്നിട്ട് ഈശോയുടെ അധികാരം തന്നെ അവരിലേക്ക് കൈമാറി. അത് ഈശോയുടെ ഹോൾ മിഷൻ നമ്മളിന്ന് തുടരുകയാണ് സഭയിലൂടെ. അപ്പോൾ അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സഭയുടെ സ്വഭാവവും രീതിയും. പിന്നെ സഭ വിശ്വാസികളുടെ സമൂഹമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസികളുടെ സമൂഹം ആകുമ്പോൾ തന്നെ ആ സമൂഹം പാപികളും വിശുദ്ധരുമുള്ള സമൂഹമാണ്. പാപികളും എല്ലാവരും വിശുദ്ധരാണോ? അല്ല. എല്ലാവരും പാപികളാണോ? അല്ല. എല്ലാവരിലും വിശുദ്ധി ഉണ്ട്, എല്ലാവരിലും പാപമുണ്ടോ എന്ന് വെച്ചാൽ ഇത് ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം സഭയ്ക്ക് ഇപ്രകാരം ഒരു സ്വഭാവം കൂടി. ഒരേ സമയം വിശുദ്ധയാണ്, അതേസമയം വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന പാപികളുടെ സമൂഹം, ബലഹീനരായ മനുഷ്യരുടെ സമൂഹം കൂടിയാണ്. ഇനി ഈ സഭയുടെ 3 തലങ്ങളെക്കുറിച്ച് ദൈവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിലുള്ളത്. ഒന്ന് ഭൂമിയിലെ സഭ. അതിന് പണ്ട് പറഞ്ഞിരുന്നത് സമരസഭ എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ വത്തിക്കാൻ സുനദോസിന് ശേഷം പറയുന്നത് പിൽഗ്രിം ചർച്ച് എന്നാണ്. സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹം വിശുദ്ധരുടെയും പാപികളുടെയും സമൂഹമാണ്. എങ്ങനെയുള്ള പാപികളുടെ? വിശുദ്ധരാകാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന പാപികളുടെ സമൂഹമാണ് പരിശുദ്ധ സഭ, ഭൂമിയിലെ സഭ. രണ്ടാമത്തെ സഭയുടെ പേര് സഹനസഭ എന്നാണ്. എന്ന് വെച്ചാൽ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ. അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഉറപ്പുണ്ട്, പക്ഷേ അതേസമയം എന്താണ്, അവർക്കൊരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. മൂന്നാമത്തേത് വിജയസഭ എന്ന് പറയും, സ്വർഗീയ സഭ. ആ സ്വർഗീയ സഭയിൽ വിജയം വരിച്ചവരുടെ സമൂഹമാണ്. ഈശോയും പരിശുദ്ധ തൃത്വത്തോടൊപ്പം കൂട്ടായ്മയിൽ ഇരിക്കുന്ന മാലാഖമാരും പരിശുദ്ധ കന്യകാമാതാവും യൗസേപ്പിതാവും സ്നാപയോഹന്നാനും അതുപോലെ മറ്റ് സ്ലിഹന്മാരും വിശുദ്ധരെല്ലാം ഉള്ള വിജയം വരിച്ച സ്വർഗീയ സഭ. ഈ 3 സഭകളുടെയും കൂട്ടായ്മയാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നില്ലേ, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. ഐക്യം എന്ന് പറയുന്നത് ഇതാണ്: ഭൂമിയിലുള്ള വിശുദ്ധര്, ശുദ്ധീകരണ സ്ഥലത്തുള്ള വിശുദ്ധര്, സ്വർഗത്തിലുള്ള വിശുദ്ധര്. ഈ വിശുദ്ധരുടെ എല്ലാം കൂട്ടായ്മയാണ് പരിശുദ്ധ സഭ. അപ്പോൾ ഒരു വലിയ മിസ്റ്ററിയാണ്, വലിയൊരു രഹസ്യമാണ് പരിശുദ്ധ സഭ. ഇനി അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരും വൈദികരും ശമാശന്മാരൊക്കെ ഉള്ള അങ്ങനെ ഒരു സഭ ലക്ഷണമില്ല. തീർച്ചയായിട്ടും ഉണ്ട്. സഭയുടെ നേതൃത്വം നൽകുന്നത് ഈ ഹൈറാർക്കിയാണ്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? സഭാ നേതൃത്വത്തിന് 3 ശ്രേണികളാണ്. എന്താണ്? മെത്രാന്മാർ, വൈദികർ,
ഡീക്കന്മാർ. ഇങ്ങനെ 3 ശ്രേണികളിൽപ്പെട്ട ഹൈറാർക്കിക്കലായിട്ടുള്ളൊരു ഒരു ഭരണ സംവിധാനം സഭയ്ക്കുണ്ട്. അത് ഭരണ സംവിധാനമാണ്. സഭ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അവർ മാത്രമല്ല, മറിച്ച് അവരും അൽമാരും മാമോദിസ സ്വീകരിച്ച വിശ്വാസികളെ എല്ലാവരും ചേർന്ന് ഉള്ള ഭൂമിയിലെ സഭയും, അതുകൂടാതെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും സ്വർഗത്തിലുള്ള സ്വർഗവാസികളും ചേർന്നുള്ള 3 പേരുടെ ഒരു കൂട്ടായ്മയാണ് പരിശുദ്ധ സഭ. ഇനിയിപ്പോൾ പുതിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ സിനഡൽ ചർച്ച് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നു. സിനഡൽ ചർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് അദ്ദേഹം പരിശുദ്ധ പിതാവ് ചെയ്ത മെത്തഡോളജിയും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ പ്രാവശ്യം സൂനാദോസ് കൂടിയപ്പോൾ അവിടെ അധ്യക്ഷം വഹിക്കുന്നവരും ഇവിടെ കേൾക്കുന്നവരും അങ്ങനെയല്ല ഇരുന്നത് തന്നെ എങ്ങനെയായിരുന്നു? ഒരു മേശയ്ക്ക് ചുറ്റും മാർപ്പാപ്പ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഒരു മെത്രാൻ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഒരു വൈദികൻ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഒരു സിസ്റ്റർ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഒരു അൽമായൻ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഒരു യുവാവ് ഇരിക്കുന്നു. ഒരു മേശയ്ക്ക് ചുറ്റും തന്നെ എല്ലാവരും ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ സിനഡൽ ചർച്ചിൻ്റെ രീതി തന്നെ മാറ്റുക മാത്രമല്ല, എന്നിട്ട് പറഞ്ഞു എല്ലാവരും സഭയിൽ തുല്യരാണ്. പിന്നെന്താണ് വ്യത്യാസം? മാർപ്പാപ്പയുടെ ശുശ്രൂഷ ചെയ്യുന്നു, നേതൃത്വ ശുശ്രൂഷ ചെയ്യുന്നു. മെത്രാൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. വൈദികൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഡീക്കൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഓരോരുത്തരും അവരവരുടെ നൽകപ്പെട്ട നിയുക്തരാകപ്പെട്ട ആ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ശുശ്രൂഷകൾക്കും ദൈവസന്നിധിയിൽ പ്രാധാന്യമുണ്ട്. എല്ലാ വ്യക്തികൾക്കും ദൈവസന്നിധിയിൽ തുല്യമായ സ്ഥാനവുമുണ്ട്. അതുകൊണ്ട് ആരും ആരിൽ നിന്നും മുകളിലോ ആരും ആരിൽ നിന്നും താഴെയോ അല്ല. അപ്പം അങ്ങനെ ഒരു സിനഡൽ ചർച്ച്, ഒരുമിച്ച് നീങ്ങുന്ന സഭ, ഒരുമിച്ചിരുന്ന് കൂടിയാലോചിക്കുന്ന സഭ, അങ്ങനെയുള്ള ഒരു ചിന്ത ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സമാപിച്ച സാർവത്രിക മെത്രാന്മാരുടെ സൂനോദോസ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല, അത് റിയാലിറ്റിയാണ്. പണ്ടുണ്ടായിരുന്നതാണ്, ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു. അത് വീണ്ടും റീഡിസ്കവർ ചെയ്യാൻ, വീണ്ടും എത്താനും അത് ജീവിക്കാനുമുള്ള ഒരു ആഹ്വാനം ഈ പ്രത്യേകിച്ച് ഈ വർഷം മുതൽ സഭ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ഈശോ മിശിഹായുടെ തുടർച്ചയാണ് സഭ. എന്തൊക്കെ ഈശോ ചെയ്തോ അന്ന് ചെയ്തോ അതെന്നും സഭ തുടരുന്നു. അതിന് നേതൃത്വ ശ്രേണിയുണ്ട്. അതേപോലെ തന്നെ തുല്യരായിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നൊരു വേദിയുണ്ട്. കൂടാതെ എല്ലാ ശുശ്രൂഷകളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോകുന്നത്. ഈശോയുടെ തുടർച്ചയായിട്ടാണ് പോകുന്നത്.